ഹലോ ഗായ്സ്, എൻ്റെ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു തട്ടിക്കൂട്ട് ബീട്രൂട്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഈ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കാത്തറിഞ്ഞേ ആദ്യത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കുനുകുനാ അരിഞ്ഞ് വെച്ചേക്കുന്ന ബീട്രൂട്ടും ചെറുതായി അരിഞ്ഞേക്കുന്ന പച്ചമുളകും അതിനകത്തേക്ക് കുനുകുനാ അരിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെയും കൂടുതൽ സാധനങ്ങൾ ഇതിന് വേണം കേട്ടോ, തട്ടിക്കൂട്ടാണേ. എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം. അതിനകത്തോട്ട് കുറച്ച് കടുകുമണി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അത് നന്നായിട്ട് അരയണ്ട കേട്ടോ, ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതിയേ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴഞ്ഞ് വന്നേക്കുന്ന ഈ ബീട്രൂട്ട് ഉണ്ടല്ലോ, അതിനകത്തോട്ട് നമുക്ക് ഈ അരച്ച് വച്ചേക്കുന്ന തേങ്ങ ഒന്നങ്ങ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആ തേങ്ങ ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണേ. എന്നിട്ട് നന്നായിട്ട് ഇതിന് നമുക്കൊന്ന് മിക്സ് ചെയ്തങ്ങോട്ട് എടുക്കണം. എന്നിട്ട് അത് ഇളക്കി കഴിയുമ്പോഴേക്ക് പിന്നെ നമുക്ക് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങയൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഇതിനകത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതൊന്ന് തിളച്ച് ഈ തേങ്ങയൊന്ന് വേവാനുള്ള വെള്ളമൊക്കെ അത് മതി. തേങ്ങയും ബീട്രൂട്ടും കൂടെ ഒന്നങ്ങോട്ട് വെന്ത് വരട്ടെ. അങ്ങനെ അങ്ങ് വെന്ത് വന്ന് കഴിയുമ്പോഴേക്ക് വേണം നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് തൈര് അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. തൈര് ആദ്യമേ ഒഴിക്കരുത് കേട്ടോ, ഈ തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് തിളയ്ക്കാൻ പാടില്ല. അത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പിരിവിരാന്നായി പോവേ. അപ്പം നമുക്ക് ഇത് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ ആ കളർ കാണാൻ, നല്ല ലൈറ്റ് പിങ്ക് കളറിൽ കൊള്ളാം അല്ലേ. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഉണ്ടോ തിളച്ച് വന്ന് കഴിയുമ്പോഴേക്ക് തിള പൊട്ടുന്ന കണ്ടില്ലേ, ആ തിളച്ച് വന്നിരിക്കുന്ന ഈ എന്താ പറയുക ഈ ഒരു മിക്സിലേക്കാണ് നമ്മൾ തൈര് അടിച്ചത് ഒഴിച്ചു കൊടുക്കുന്നത്. തൈരിൻ്റെ പരുവമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് നമ്മൾ എന്തോരം ഒഴിച്ചു കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരിൻ്റെ പുളിക്കനുസരിച്ച് കേട്ടോ. പുളി കൂടുതലുള്ള നല്ല തൈരൊക്കെ ആണെങ്കിൽ കുറച്ച് മതിയാവും. പുളി കുറവുള്ളതാകുമ്പം കുറച്ച് അധികം വേണ്ടി വരും. ഇതുകൊണ്ട് ഞാൻ തൈര് അടിച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് അത്യാവശ്യം ഒരു മീഡിയം ലെവൽ പുളിയുള്ള തൈരായിരുന്നു. അപ്പോൾ ഈ ഒരു ലെവലിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് തിളയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ഇതുമായിട്ടൊന്ന് മിക്സായിട്ട് വന്നാൽ മതി. ഈ സമയത്ത് നമുക്ക് ആവശ്യമെങ്കിൽ ഉപ്പ് കുറവാന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണഗതിയിൽ ഇതിനകത്തോട്ട് വറവിടുന്നത് കടുകും നമ്മുടെ വറ്റൽമുളകില്ലേ അതും കറിവേപ്പിലയും കൂടെയാണ്. ഈ പറഞ്ഞ സാധനമൊന്നും എൻ്റെ കയ്യിലില്ല, കടുക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കടുക് മാത്രം അതിനകത്തേക്ക് വറവായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ബീട്രൂട്ടൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്നൊരു കറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക,